ഞങ്ങൾ ഔദ്യോഗികമായിട്ട് ഒരു ചർച്ചയും ഞങ്ങൾ നടത്തിയിട്ടില്ല. പിന്നെ അപ്പം നടക്കുന്ന അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. ഒരു സംഘടന ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളല്ലാതെ വേറൊന്നായി കാണുന്നില്ല. അങ്ങനെ കൗൺസിലർമാർക്ക് അങ്ങനെ ഒരു നിലപാട് അവരൊരു നിലപാടെടുക്കുന്നു, ഞങ്ങൾ BJP-യിൽ ഇല്ല എന്ന് നടപടി എടുക്കുമ്പോഴേ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കട്ടുള്ളൂ. ഈ ആഭ്യന്തര പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെടാനും ആഗ്രഹിക്കുന്നില്ല. നഗരസഭ സ്വാഭാവികമായിട്ടും അത് നഗരസഭയിലെ വികസനത്തിൻ്റെ പോരായ്മയെക്കുറിച്ച് ഞങ്ങൾ നന്നായി സംസാരിച്ചതാണ്. അതിൻ്റെ പോരായ്മ അത് അവർ പരിഹരിക്കേണ്ടത്, അവരാണ് ഭരിക്കുന്നത്, അവർ പരിഹരിക്കേണ്ടതാണ്. അത് 100% ശരി തന്നെയാണ്. പക്ഷെ അതാണ് വോട്ട് കമ്മിയായി എന്ന് പറയാൻ കഴിയില്ല. അതൊരു ഘടകമായിരിക്കാം. നഗരസഭയിലടക്കം BJP-യുടെ വോട്ടുകൾ UDF-ന് വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് ഒരു വിലയിരുത്തൽ? അല്ല, എന്തായാലും നഗരസഭയിൽ ഞങ്ങൾ ഭൂരിപക്ഷത്തിലാണല്ലോ. അപ്പോൾ എല്ലാവരുടെയും വോട്ട് വന്നിട്ടുണ്ടാവാം. ഇന്നലെ വെച്ചാൽ ഞങ്ങൾ നേരത്തെ 10,000 വരെ ലീഡുള്ള നഗരസഭയായിരുന്നു. പിന്നീട് ഞങ്ങൾ നഷ്ടപ്പെട്ടത്. ആ വോട്ട് നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു വന്നതായിരിക്കും. അത് പല വിശ്വാസികളുടെ BJP ആവണമെന്നില്ലാതെ കമ്മ്യൂണിസ്റ്റും എല്ലാവരുടെയും വോട്ടുകൾ ഇങ്ങോട്ട് വന്നു കാണും. BJP-യുടെ നേതാക്കളൊക്കെ കോൺഗ്രസിന്റെ മധുര പലഹാരത്തിലൊക്കെ പങ്കെടുക്കുന്ന ഒരു സ്ഥിതി. അത് ആ സ്ത്രീ ചെയ്തൊരു മര്യാദയാണല്ലോ. നമ്മളൊരു മധുരം കൊടുക്കുമ്പോൾ ഇല്ല എന്ന് ജയിച്ചില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ജയിച്ചതിന് അംഗീകരിക്കണ്ടേ? അതിൻ്റെ പേരിലൊരു മധുരം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണെങ്കിലും അത് സ്വീകരിച്ചു പോകും. അതല്ലാതെ അവർ കോൺഗ്രസ് പാർട്ടി മാറിയിട്ടോ കോൺഗ്രസ് നയത്തിനോ അംഗീകരിച്ചിട്ടാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ആ ചെയർമാൻ്റെ അടുത്ത് കൗൺസിലർമാർ ഒരു മധുരം കൊടുത്തു, അവരുടെ കോൺഗ്രസിൻ്റെ ഒരു ജനപ്രതിനിധി ജയിച്ചു എന്ന് പറഞ്ഞ് മധുരം കൊടുത്ത് സ്വീകരിക്കുന്നത് മര്യാദയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ അത് പറയുമല്ലോ, കൈ കൊടുത്താൽ മതി കൈ വന്നില്ല എന്ന് പറഞ്ഞ പോലെ മധുരം കൊടുത്ത് മധുരം വാങ്ങിച്ചില്ല എന്ന് പറയുമല്ലോ. അതിലൊരു വേറൊരു കാണുന്നില്ല. അതിൽ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അപ്പോൾ നഗരസഭയടക്കം പിടിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ നഗരസഭ മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെക്കാളേറെ മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ പഞ്ചായത്തുകളും ജനങ്ങൾ നമ്മൾക്ക് അനുകൂലമാണ്. അതുകൊണ്ട് കൂടുതലായി പഞ്ചായത്ത് ജയിക്കാനും മുനിസിപ്പാലിറ്റികൾ ജയിക്കാനും സാധ്യതയുണ്ട്. അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സെക്രട്ടറി പറഞ്ഞത് പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ക്രെഡിറ്റ് പ്രതിപക്ഷ നേതാവിനല്ല, ഷാഫി പറമ്പിലിനും. അങ്ങനെ ആരും പറഞ്ഞു കാണാൻ സാധ്യതയില്ല. എല്ലാവരുടെയും ഉള്ള കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സംഭവിച്ചാണെങ്കിൽ നിങ്ങൾ എല്ലാവരും DC ഓഫീസിന് മുന്നിൽ എന്നെ കല്ലെറിയാൻ എനിക്ക് നിൽക്കുക. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കല്ലെറിയാൻ ആഗ്രഹിക്കുന്ന DC ഓഫീസിനെ കല്ലെറിയാൻ ആഗ്രഹിക്കുന്ന എനിക്ക് ക്രെഡിറ്റ് തന്നുകൂടാ? എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ നിങ്ങൾ എല്ലാവർക്കും കൂടി പങ്കി കൊടുക്കുമ്പോൾ, അത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എല്ലാവർക്കും പങ്കി കൊടുക്കുമ്പോൾ DCC ബസ്സിന് എന്താ ക്രെഡിറ്റ് ഇല്ലേ? തോറ്റാൽ മാത്രമാണോ എനിക്ക് കല്ലേറ്? അപ്പോൾ എല്ലാവർക്കും ഉള്ള പങ്കാണത്, ഓരോ പ്രവർത്തകർക്കുമുള്ള ക്രെഡിറ്റാണത്. അല്ലാണ്ട് ഒരാളെ മാത്രമല്ല, എല്ലാ നേതാക്കന്മാർക്കും എല്ലാ പ്രവർത്തകർക്കുമുള്ള കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ക്രെഡിറ്റ് അത് തന്നെയാണ്. ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ എന്തോ അത് അയാളുടെ അഭിപ്രായം മാത്രമായി കണക്കാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരാളുടെ മാത്രമായി ക്രെഡിറ്റ് ആയിട്ട് ഞാൻ പറയാൻ തയ്യാറല്ല. ഓരോ പ്രവർത്തകനും മാസങ്ങളോളം ഈ PV മോഹൻ 4 മാസം ഇവിടെ താമസിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹം എന്തുകാര്യം ചെയ്തത്? അദ്ദേഹം ചെയ്തത് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള വോട്ട് ചേർത്തലിലൂടെ ഉൾപ്പെടെയുള്ള ചെയ്തത്. അപ്പോൾ 4 മാസത്തിൻ്റെ അധ്വാനത്തിൻ്റെ, ഓരോ പ്രവർത്തകരുടെ അധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ് ഈ വിജയം. ചേലക്കരയിൽ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടന്നില്ല. പാലക്കാട് വിജയത്തിന് പിന്നിൽ ഷാഫി പറമ്പിലും VK ശ്രീകണ്ഠനുമാണെന്നാണ്. അത് ആര് പറഞ്ഞത്? അങ്ങനെ പറയാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നു, ഞാൻ പറഞ്ഞല്ലോ, ജയത്തിന് ധാരാളം അവകാശികളുണ്ടാവും. തോറ്റാൽ ചിലപ്പോൾ ഞാൻ തന്നെയായിരിക്കും അവകാശികൾ. എന്തായാലും ഞാനിപ്പോൾ പറയുന്നു, മാസങ്ങളോളം മുന്നൊരുക്കത്തിൻ്റെ പ്രതിഫലം തന്നെയാണ് ജയം. പക്ഷേ ആ ജയത്തിൻ്റെ പിന്നിൽ ധാരാളം പ്രവർത്തകർ, ധാരാളം നേതാക്കന്മാരുണ്ട്. ഒറ്റയ്ക്കുള്ള ജയം ഞാൻ എപ്പോഴും പറയില്ല, ഇപ്പോഴും പറയില്ല, അപ്പോഴും പറയില്ല. അത് ഞാൻ DC പ്രസിഡന്റ് ആയതിൻ്റെ എൻ്റെ അവകാശമൊന്നും ഞാൻ പറയില്ല.